ഇതാണ് ഉൾമേത മെട്രോ. അപ്പം കാണുന്നത് ഇതാണ് ആർടിയുടെ ബസ്. ഇതിൽ എനിക്ക് പോകാമായിരുന്നു, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടിച്ചുണ്ട്. പക്ഷേ ബസ് എടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് നല്ല കാറ്റുണ്ട്. ഇറങ്ങിയപ്പോൾ ഹ്യൂമിഡിറ്റി ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പൈസ ആകത്തില്ല, ഫ്രീ ആണ്. കുറച്ച് തരത്തില്ല, ചിലപ്പോൾ 2 ദിറമോ അങ്ങനെയൊക്കെ ആകത്തുള്ളൂ. ഓൾറെഡി നമ്മൾ ഒരിടത്തുനിന്ന് വന്നതാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ, അതായത് പാകിസ്ഥാൻ എഡ്യൂക്കേഷൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സൈഡിലുണ്ട്. അവരുടെ സ്കൂളാണ്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, കണ്ട വെളിയിൽ തണുപ്പ് സമയത്തൊക്കെ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരും, ഈവനിങ്ങും പകലും ഒക്കെ. ചൂടായതുകൊണ്ടാണ് ആരും ഇല്ല ഇവിടെ. എല്ലാവരും അകത്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ബസ് പോകുന്നുണ്ടോ? ചെടിക്കടയാണ് കേട്ടോ. പലതരത്തിലുള്ള നാട്ടിലൊക്കെ ഉള്ള ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പ്രതിമ രൂപത്തിലൊക്കെ ഉണ്ടായത്. വെള്ളം നമ്മൾ വരുന്ന അതിൽ കൂടെ ഒഴി ഇറങ്ങത്തില്ല. ചിലയിടത്തൊക്കെ ഡെക്കറേഷനിലൊക്കെ വെച്ചിരിക്കുന്നത്. ഹോട്ടലാണ്. ഇതും കുറേ മലയാളി ഹോട്ടൽസാണ് കേട്ടോ. കുറേ നാട്ടിലുള്ള പോലെ പിള്ളേർക്കുള്ള അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ. പിള്ളേർ ഇതിലെ വഴി നടന്നു പോകണമെങ്കിൽ ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകും. എല്ലാ സാധനങ്ങളും വെളിയിൽ തന്നെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു സലൂൺ ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഈ ഇതിലിവിടെ വെളിയിലിരിക്കും. എന്നിട്ട് രാവിലെ ചായ കുടിയും കാര്യങ്ങളും. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. റോമൻ കാത്തലിക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. ഇവിടെ പള്ളിയുണ്ട്. പുതുമേതാണ് പള്ളിയുള്ളത്. മോസ്ക് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. എവിടെ വേണമെങ്കിലും കയറി പ്രാർത്ഥിക്കാം. ഇത് ഇന്ത്യൻ ഹൈസ്കൂളാണ് ഇത് കാണുന്നത്. ഇന്ത്യ ഹൈസ്കൂൾ ഇവിടെ ഉണ്ട്. പിന്നെ ജിജിഗോ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുണ്ട് കേട്ടോ. എന്താ ഒരു മെട്രോ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ. ബസ് സ്കൂളാണ്. സ്കൂളിൽ മലയാളി പിള്ളേരും എല്ലാം പഠിക്കുന്നത് ഇവിടെയാണ്. ചില അഡ്മിഷൻ തന്നെ നമുക്ക് ഫുള്ളായിരിക്കും ചില സമയത്ത് കിട്ടാൻ പാടാം. അത്രയ്ക്ക് കുട്ടികളുണ്ട് ഇവിടെ. +2 വരെ കാണും ഇവിടെ കേട്ടോ. പാർക്കിംഗ് ആണ്. സൈഡിലൊക്കെ പാർക്കിംഗ് ഉണ്ട്. ഈ വരകളെല്ലാം ഇതെല്ലാം ഫില്ലാവും ചില സമയത്ത്. പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. മെട്രോയിലും ഫിലിപ്പീൻസൊക്കെ ഫുള്ള് അവർ ക്രിസ്ത്യൻസാണ് കൂടുതൽ. അവരെല്ലാം ഇവിടെ വന്ന് ഒരു പള്ളിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചയോ ഇന്നലെയൊക്കെയാണെന്ന് തോന്നുന്നു എന്നാണ് ഒരു കൂടുതലും ഇവിടെ കാണാറുള്ളത്. ഞാൻ ഒന്ന് മെട്രോയിലൊക്കെ ഒരു സമയത്ത് ഈവനിങ് ടൈമിൽ തിരക്കായിരിക്കും ഇവിടെ നിന്ന് കയറുന്നത്. വേണ്ട മുനിസിപ്പാലിറ്റിയിൽ ഒരാളുണ്ട്. രാവിലെ തന്നെ അവർ ഷവറെല്ലാം വന്ന് ക്ലീൻ ആക്കിയിട്ട് പോകും. സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചാണ് കേട്ടോ. ഇങ്ങോട്ടാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്രോഗ്രാമിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാമിൻ്റെ
ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. എൻ്റെ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഇതിൻ്റെ അകത്താണ്. ഇവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വെറുതെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റില്ല. നടന്ന് ആ സിഗ്നൽ വരെ പോയാലേ പറ്റുള്ളൂ. അതെല്ലാം അവിടെ ബ്ലോക്കാണ്. ചാടിക്കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നടന്നേ തന്നെ. എനിക്ക് ആ സൈഡിലാണ് ആക്ച്വലി പോകേണ്ടത്, പക്ഷേ എൻ്റെ തന്നെയാണ് അത്. അവിടെ വരെ പോയിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇതുവഴി നമുക്ക് ക്രോസ് ചെയ്ത് പോവാം. അങ്ങനെ തന്നെ പോകണം. ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കാതെ ക്രോസ് ചെയ്ത് പോകും. ആക്സിഡൻറ്റ് ഒത്തിരി ആവും. സിഗ്നലൊക്കെ മാന്യമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൊന്നും കിട്ടത്തില്ല. നല്ലൊരു രാജ്യമാണ്. ഇപ്പോൾ രാവിലെ കണ്ട സൈലൻ്റാണ് ഏരിയയിലൊക്കെ ഉണ്ട്. ഇവിടെ കരാമോ ബുർജിമാനെല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഇത് ദൂരമൊന്നുമില്ല. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ബ്രിഡ്ജിലൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. ചിന്നപ്പാറയൊക്കെ എന്ത് ക്ലീനാണെന്ന് നോക്കി. ദൂരെ അങ്ങ് കാണാമല്ലോ മെട്രോ സ്റ്റേഷൻ കണ്ടോ. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഇരുന്നേതാ പൊക്കത്തിലോട്ട് കയറിയപ്പോൾ ഉള്ള ഇതുണ്ടോ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് പൈസ കൊടുത്ത് അവിടെ ചെന്ന് ഒരു മണിക്കൂറൊക്കെ കളിക്കാൻ പറ്റും. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ, സ്കൂൾ തന്നെ റെൻറ്റിന് കൊടുക്കുന്നതാണ് അവരുടെ ഇതിൽ. ഒത്തിരി പേര് വൈകിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് ദൂരമുണ്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടി. വളഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. ധൈര്യമായിട്ട് ക്രോസ് ചെയ്യേണ്ടതാണ്. ഒരു മെട്രോ പോകുന്നത്. ഇത് മെട്രോ പാലമാണ് കേട്ടോ. മോളിലൂടെ പോകുന്നത്. അങ്ങോട്ടാണ് പോകേണ്ടത്. കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അതായത് സെൻറ്റ് മേരി കാത്തലിക് ചർച്ച് കേട്ടോ, നേരെ കാണുന്നത് സൈഡ്. രണ്ടും ഓപ്പോസിറ്റാണ്. ഇതാണ് മെട്രോ പാലമാണ് കേട്ടോ. മരങ്ങൾ കണ്ട ഒത്തിരി വെച്ചിരിക്കുന്നത് നേരത്തെ വെച്ചൊക്കെയാണ്. ഇതിലങ്ങനെ ചൂടിനെ പിടിച്ചിറത്തുന്ന കുറച്ചൊക്കെ പറ്റുന്ന സ്ഥലത്തെല്ലാം ഇവർ നടത്തുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമായിട്ട്. ചെറിയ കാറ്റും കൂടെ ഉണ്ട്, അറിയില്ല. ഇതാണ് സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച്. ഞാൻ താഴോട്ട് വരുമ്പോൾ റോഡ് അടുത്തായിട്ട് കാണാം. ഇതൊക്കെ ഏതോ ഓഫീസാണ് കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് കയറിയ എൻട്രൻസ് ഒന്നുമില്ല. സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര ആയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് എമിറേറ്റ്സ് സൈഡിൽ കൊടുത്ത് അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിലേ കയറ്റി വിടത്തുള്ളൂ. സെക്യൂറായിട്ടുള്ള സ്ഥലങ്ങൾ. മരങ്ങൾ കണ്ടോ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്കൂളാണ് കേട്ടോ. ഇത് ദുബായ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളാണ്. അതിനിടയ്ക്ക് എന്താ ഒരു സ്ഥലത്ത് വലിയൊരു മരം. ഇതാ ഈന്തപ്പന കാച്ചിരിക്കുന്നുണ്ടോ. ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന് പറഞ്ഞിട്ട് അടുത്തൊന്നുണ്ടോ. അത് ഇവിടെയാണ്. അടുത്ത ചർച്ചാണ്, അടുത്ത പള്ളി. മൂന്നാമത്തെ പള്ളിയാണ് കണ്ടത്.
സൺഡേ ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല തിരക്കായി പള്ളിയിൽ. ചിലയിലൊക്കെ ഒരു നേരത്തെ കുട്ടി അപ്പോയിൻമെൻറ്റോ അങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ടെമ്പിളും ഉണ്ട് കേട്ടോ, അമ്പലമുണ്ട്. അത് അബുദാബി പോകുന്ന വഴിക്കാണ് കേട്ടോ, ജബലലി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ പോകുന്നത് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും, ബസ്സും ഉണ്ട് അങ്ങോട്ട് പോകാൻ. നേരത്തെ ബർദുബായിലായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് മാറ്റി. അവിടെ ഇപ്പം എങ്കിലും എന്തിൻ്റെ ഞാൻ ഇടയ്ക്ക് പോയപ്പോഴും ഒരമ്പലം എന്തോ അവിടെ ഉണ്ട് ചെറുതായിട്ട്, ബാക്കിയെല്ലാം അങ്ങോട്ട് മാറ്റി. അവിടെ ഇപ്പം ജബലലി അമ്പലം ഭയങ്കര വലുതാണ്. നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും സമയത്ത്. ഒരിക്കൽ ഞാനും പോയിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഒന്നും എടുത്തില്ല. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.